ശിവൻ ഇനി ഇതിലൊന്നും പറയണ്ട. ഞാൻ ഇടപെട്ടോളാം. എന്താ ശാലിനി, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആരാ വിളിച്ചേ? അത് അരുണേ, അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ്. ഞാൻ മോളെ പിന്നെ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ എത്തണം. ഇത് നീ തന്നെ മോളെ അണിയിച്ചാൽ മതി. ആ ഉടുപ്പ് മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ മോളെ ഒരു ദിവസം വന്ന് കണ്ടോളാം. ശാലിനി, താൻ ഇത്രയിടം വരെ വന്നിട്ട്. അതുമല്ല, എനിക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഞാൻ വരാടോ. രാമേട്ട, വണ്ടി എടുക്ക്. ഹലോ ശിവ, അത് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ വരാം. ആ, എടുക്കരുത്. എന്തോ കേട്ടില്ല. ഗാർഗി ആന്റി ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഈ കാശ് എടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങ് തന്നെ. അത് പറയാ നീ ആരാ? അതെ, ഇത് എന്റെ അമ്മയുടെ മുതലാ. അതായത് എനിക്ക് അവകാശപ്പെട്ടത്. ഹേയ്, ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാ. പിന്നെ ഇത് നിങ്ങളുടെ മുതലാണെങ്കിൽ അതിന് അവകാശപ്പെട്ട ആൾക്കാരുള്ളപ്പോ നിങ്ങൾ വന്ന് എടുക്കണം. അങ്ങനെ ആരും ഇല്ലാത്തപ്പോ വന്ന് എടുക്കുന്നത് കള്ളത്തരവാ. അത് ശരി, നീ അപ്പൊ എന്നെ കള്ളനാക്കാണല്ലേ? ഞാൻ ആരെയും കള്ളനാക്കിയതൊന്നും അല്ല. കള്ളന്മാരെ പോലെ വന്ന് പണം എടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ. എന്റെ അമ്മ സമ്പാദിക്കുന്ന എനിക്കടി. അതെനിക്ക് തോന്നും പോലെ തോന്നിയതുപോലെ ഞാൻ എടുക്കും. അതെന്തായാലും ഇപ്പൊ പറ്റില്ല. താൻ കാശിങ് എടുത്തേ. എടുക്ക്. തരാൻ. നീ ആരടി എന്നെ ചോദ്യം ചെയ്യാൻ? ഇനി നീ കടയിൽ വേണ്ട, ഇറങ്ങടി. എന്നെ ഭരിക്കാൻ ഞാൻ എന്റെ അമ്മയെ പോലും അനുവദിച്ചിട്ടില്ല. പിന്നല്ലേ എവിടുന്നോ കയറി വന്ന നീ? പൊയ്ക്കോളണം എവിടുന്നോ. ഇറങ്ങി പോകാനാ പറഞ്ഞേ. അയ്യോ മോളെ ആന്റി, എന്താ ഉണ്ടായത്? പണം എടുക്കാൻ പോയപ്പോ ഞാൻ തടഞ്ഞു. അത് തന്നെ കാര്യം.